നമസ്കാരം, ഞാൻ ഷൈനിക്കർ. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യായമായ സംശയമാണ്. ഇപ്പം ചിലരുടെ സമയം കൊള്ളാം. ഇപ്പം മോഹൻലാൽ രേവതിയാണ്, ഞാനും രേവതിയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ, ആ സമയത്ത് ജനിച്ചാൽ അങ്ങനെ ആകുമോ എന്നുള്ള സംശയം ഒരുപാടുണ്ട്. ചിലരങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ഒരാളിന്റെ ജനന സമയം കൊണ്ട് അദ്ദേഹത്തെ മാറി. അതായത് ബൈബിൾ അയാളുടെ തലയിലെഴുത്ത് എന്ന് പറയുന്നത് 40% ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. 20% നമ്മളുടെ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, അവരനുസരിച്ച് നമ്മളുടെ ലൈഫിന്റെ മാറ്റമുണ്ട്. 40% നമ്മൾ സ്വയം മാറ്റം വരുത്തുവാൻ ശ്രമിക്കും. അതായത് ചിലർക്ക് ചില ജീവിതചര്യകളുണ്ടാവും. ആ ചര്യകളിലൂടെ അവരുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ആ 40% പെടുന്നതാണ് നമ്മൾ ഈ പറയുന്ന രത്നങ്ങളും വാസ്തുശാസ്ത്രവും. അവരായിട്ടുണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ അവർക്ക് സ്വയം മാറി വരുവാൻ കഴിയുന്ന ഒരു അവസരം. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ 100% എന്ന് പറയുന്നത്. അപ്പൊ 40% നമ്മളുടെ തലയിലെഴുത്തിനെ പറയാം. അപ്പൊ ഇതില് ഏറ്റവും ഈ ഒരു ചോദ്യത്തിലെ ഏറ്റവും വലിയൊരു സംശയം ഇനി വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല സമയം നോക്കി ഒരു കുട്ടിയെ സർജറി ചെയ്തെടുത്താൽ കറക്റ്റ് ആ കുട്ടി നല്ല ഉയർച്ച പോകുമോ എന്നുള്ള ചോദ്യം ന്യായമായ ചോദ്യം തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് ഇപ്പം ഉദാഹരണത്തിന് തുലാം ഇടവലഗ്നക്കാരനെ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവും. തുലാം ലഗ്നക്കാരനായ ഒരു വ്യക്തി, തുലാം ലഗ്നത്തെക്കാൾ കൂടുതൽ ശുക്രന് ബലം കൂടുതലുള്ളത് ഇടവലഗ്നമാണ്. ഇടവലഗ്നം വെച്ച് പറയാം. ഇടവലഗ്നക്കാരനായ ഒരു വ്യക്തിക്ക് ശുക്രൻ 11, അതായത് ലഗ്നാധിപനായ ശുക്രൻ 11 നിൽക്കുന്നു. 11 എന്ന് പറയുമ്പോൾ മീനരാശിയിൽ വരും, വളരെ ഉച്ചത്തിലാണ്. അപ്പൊ ഈ തരത്തിലൊരു ജാതകം വന്നാൽ ആ വ്യക്തി, അതായത് ലഗ്നാധിപൻ ഉച്ചത്തിലാണ്, അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഭയങ്കര ഇതാവും എന്നുള്ളൊരു വിദ്യാധാരണ. അപ്പൊ ലഗ്നാധിപൻ 11 ഉച്ചത്തിരിക്കുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നത്. കാരണം മറ്റു ഗ്രഹങ്ങൾക്കും ചൊവ്വയും രാഹുവും കൂടെ ചേർന്ന് അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ യോഗത്തെ കുറയ്ക്കാൻ പറ്റത്തില്ലേ? അപ്പൊ ആ ഒരു യോഗം മാത്രം കൊണ്ട് നമുക്കൊരു ഗ്രഹനില എടുത്ത് ഒരാളിനെ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല. ഇനി ഇതെല്ലാം ഒരു വശത്തേക്കട്ടെ. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ജനന സമയം എടുത്ത് സിസേറിയൻ ചെയ്യാനായിട്ട് പോയത് ഏകദേശം ഒരു 300-400 പരം ആൾക്കാർക്ക് ആ തരത്തിൽ ഞാൻ സമയം കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഉള്ളിൽ അറിയാമെങ്കിൽ പോലും ഈ വ്യക്തികളുടെ ആകാംക്ഷ അങ്ങനെയാണ്. കാരണം ഞാൻ നല്ല സമയത്തിൽ എടുത്താൽ എന്റെ കുഞ്ഞ് നല്ലതാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ എല്ലാം നമ്മൾ തിരിച്ചറിയുന്നതെല്ലാം തിരിച്ചറിയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് സമയം എടുത്ത് കൊടുത്താൽ, ഇപ്പൊ ഉദാഹരണത്തിന് 11:30 മണിക്ക് ഒരു സമയം എടുത്തു കൊടുത്തു, എല്ലാം വളരെ നല്ലതാണ്. 11 വ്യാഴം, 9 ശുക്രൻ, സൂര്യൻ 3, ശനി 6, ഇങ്ങനെ ഒരു ഗ്രഹനില നമുക്ക് ഒത്തു വന്നു. ഇപ്പൊ ആ ഗ്രഹനിലയിൽ ഒരാൾക്ക് നമ്മൾ എടുത്തു കൊടുത്തു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 11:30 ഞാൻ എടുത്ത് കൊടുത്തെങ്കിൽ ഈ 11:30 ഈ കുട്ടിക്ക് ജനിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ആ കുട്ടി വരും. അല്ലെങ്കിൽ കൃത്യമായിട്ടും ആ സമയത്ത് എന്തെങ്കിലും ഒരു, അതായത് ഡോക്ടർ വരാൻ താമസിക്കുകയോ അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് ആ സമയത്ത് പെയിൻ വരാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ സമയത്ത് ഉണ്ടായി ആ ടൈമിന് മാറ്റം വന്നേ ആ കുട്ടിക്ക് ജനിക്കാൻ പറ്റും. അതായത് എക്സാക്റ്റ് ആയിട്ട് ആ 11:30 നമ്മൾ സർജറി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തലയിലെഴുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല, നമുക്കൊരു തലയിലെഴുത്ത് ആർട്ടിഫിഷ്യലി നമുക്ക് ക്രിയേറ്റ് ചെയ്ത ആ കുട്ടീനെ ഭയങ്കര ഉയർച്ച കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കോഴിക്കോടുള്ള ആളുണ്ട്, പുള്ളിയുടെ പേര് ബിജു എന്നാണ്. പുള്ളിയുടെ ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ജാതകം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് രണ്ടാമതൊരു സഹോദരിയുള്ള പറയാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ അന്ന് ആ ടൈമിൽ അങ്ങനെ ഒരു സാധ്യത അവർക്ക് രണ്ടുപേർക്കും ഇല്ല. 5 വർഷം കഴിഞ്ഞ് പിന്നീട് ആയപ്പോഴാണ് പറഞ്ഞത്, പണിക്കർ പറഞ്ഞ പോലെ തന്നെ ആയി ാണ്, ഇപ്പൊ നല്ലൊരു സമയം എടുത്തതാണോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അതിനൊരു സമയം എടുത്തു കൊടുത്തത്. കോഴിക്കോടാണ് ജനിച്ചത്. കോഴിക്കോടത്തെ ടൈം അനുസരിച്ച് പൂരിട്ടാതി നക്ഷത്രത്തിൽ നല്ലൊരു ടൈം ഞാൻ എടുത്തു കൊടുത്തു. ഇപ്പൊ ഈ പൂരിട്ടാതി നക്ഷത്രം ആദ്യം ജനിക്കുന്ന വ്യാഴദശയിലാണ്. ആ വ്യാഴത്തിന്റെ എല്ലാ ഉപയോഗങ്ങളും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ കുട്ടി ജനിച്ചതിന് ശേഷം നല്ല ചേഞ്ചസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരിക്കലും ഞാൻ പറയില്ല അത് ഞാൻ സമയം എടുത്ത് കൊടുക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും പറഞ്ഞു അതൊരിക്കലും എന്റെ കഴിവാണെന്ന് ഞാൻ പറയില്ല. ആ വ്യാഴം
നിങ്ങൾക്ക് തരണമെന്നുള്ള ദൈവാധീനമുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് നിങ്ങളുടെ തലയിൽ തുള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറയും. പക്ഷെ ആ കുട്ടിക്ക് സമയം കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനില അത്യാവശ്യം നല്ല അനുകൂലമായ സമയമാണ്. എന്നാൽ അതിൽ പ്രതികൂലവും വരും. ലൈഫിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഗ്രഹനിലയെ കുറ്റം പറയുക, നല്ലത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം കഴിവിനെ പറയുക, അത് ശരിയായ കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞത്. എല്ലാവരും അത് പ്രാക്ടിക്കലാക്കാൻ നോക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രകൃതി തരുന്ന ആ സമയം അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും എപ്പോഴും അതിന്റെ ശരിയായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ആ 40% തലയിടുന്നു, ബാക്കി നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് എത്തിച്ചേരണം. അപ്പോൾ വളരെ ഒരു വലിയൊരു സംശയമാണിത്. ആ അനുയോജ്യമായ സമയത്ത് സർജറി ചെയ്ത് എടുത്താൽ രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എൻ്റെ ആൻസർ ഞാൻ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.